ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ചൂടായി, അതിലേക്ക് നമ്മൾ കടുകും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. പിന്നെ നമുക്കതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഞാൻ നന്നായി ഒന്ന് മൂത്ത് വരട്ടെ. അപ്പം ഇന്നലെ ഞാൻ ഇന്ന് ബീഫ് അച്ചാർ വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എല്ലാവരും കാണണേ. അപ്പോൾ അതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തേക്കണം. അപ്പോൾ എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, പിന്നെ അത് അച്ചാർ പൊടി, അച്ചാർ പൊടിയല്ല, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് ചേർക്കുന്നത് ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പുളി ഒഴിച്ച് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് നമ്മൾ ശർക്കര ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണിക്കാൻ വിട്ടുപോയതാണ്. പിന്നെ അതിലേക്ക് പപ്പായ ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു. ഇതിന് ശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടിയും ചേർത്ത് കൊടുത്തു. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.